ഞാൻ എനിക്ക് 91 തുടങ്ങിയതാണ്. തുളസിദാസ് സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതാണ്. പുള്ളി തമാശ സംവിധായകനായിരുന്നു. പിന്നീട് നിസാർക്ക, ജോസ് തോമസ്, താഹ, ശശങ്കർ, അങ്ങനെ ഒരുപാട് സംവിധായകരുടെ 10ഓളം സംവിധായകരുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ദിലീപിന്റെ പടങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രായത്തിൽ ദിലീപിനോട് ഉദയവര സുൽത്താന്റെ സമയത്ത് ചോദിക്കുന്നു, നീ സംവിധാനം ചെയ്യുന്നില്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ദിലീപിനെ ഇപ്പോൾ ഒരാൾ ഡേറ്റ് തന്നാൽ ചെയ്യാം, നീ സബ്ജക്റ്റ് ആലോചിച്ചോ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ആ സിനിമയുടെ റൈറ്റേഴ്സ് ആയിരുന്നു ഉദയനും സിബിയും. അവരുടെ ഒരു ഡോഗ് ട്രെയിനറുടെ കഥയുണ്ട്. ആ കഥ ഞാൻ കേട്ടിട്ട് ഇത് പറയുന്നു, ശരി വർക്ക് ചെയ്യാൻ പറയുന്നു. പിന്നെയും ഏറെക്കുറെ 6 വർഷങ്ങളോളം പിന്നെയും കഴിഞ്ഞിട്ടാണ് മൂസ പ്രാക്ടിക്കലാകുന്നത്. പക്ഷേ 2 കൊല്ലത്തോളം ദിലീപ് നിർമ്മിക്കാമെന്ന് കേൾക്കുന്നതിന് മുമ്പ് 2 കൊല്ലത്തോളം ഞാൻ ഈ ഉദയനെ സിബിയെയും കൊണ്ടുപോയി അത്യാവശ്യം പൈസ കടം മേടിച്ച്, അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന കാശ് ഉപയോഗിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, നല്ലൊരു ഓർഡറായി. ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതായിട്ടു. പിന്നെ പ്രസാദ് ചോദിച്ചാൽ ഹെവി സിനിമയാണ്. കാരണം ചുമ്മാ ഒരു കോമഡി, വെർബൽ കോമഡി അല്ല, ആക്ഷൻ കോമഡിയാണ്. ഒരുപാട് സീക്വൻസുകൾ, ഇവിടെ അടിച്ചു അവിടെ പൊങ്ങുന്നു, ഇവിടെ മുകളിൽ നിന്ന് അടിച്ച് താഴോട്ട് ഇടുന്നു, ഇതൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. എൻ്റെയും ദിലീപിൻ്റെയൊക്കെ സുഹൃത്തുക്കളാണ് ലാൽ ജോസും റാഫി ചേട്ടൻ, റാഫി മക്കാട്ടിനും ഒക്കെ. അപ്പോൾ ദിലീപ് ഇവരോട് നമ്മൾ വൺലൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ധൈര്യത്തിലാണ് നീ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇപ്പൊ ഞാനും ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഭീരുത്വം കാണിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്ടർ ആകാൻ പോകുന്നില്ല. ഡു ഓർ ഡൈ, എനിക്കൊന്നും നോക്കാനില്ല. എനിക്കൊപ്പം എന്നെ സ്നേഹിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ എന്തും ചെയ്യും എന്നുള്ള ആ ഒരു ധൈര്യമാണ് മൂസ എത്തിച്ചത്.